Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മുൻപിൽ നിന്നു നോക്കിയാൽ രാജകൊട്ടാരം, പിന്നിലോട്ടു നീങ്ങിയാൽ ഭാർഗവി നിലയം. കോടികൾ ചെലവഴിച്ചു നിർമ്മിച്ച അങ്കമാലി മിനി സിവിൽ സ്റ്റേഷനെ കുറിച്ചാണ് ഈ പറയുന്നത്. ബഹുനില കെട്ടിടത്തിലെ ശൗചാലയങ്ങൾ പലതും പൊട്ടിയൊലിച്ച് ദുർഗന്ധം വമിക്കുകയാണ്. പാമ്പും പഴുതാരയും കൊടികുത്തി വാടുന്ന കൊടും കാടാണ് പിൻഭാഗത്ത്. മഴ സ്വല്പം കുറവുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിന്റെ 7 അയലക്കത്ത് പോലും വരാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം 2016 അങ്കമാലിക്ക് ഒരു മിനി സിവിൽ സ്റ്റേഷൻ സ്വന്തമാകുന്നത്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അന്തരിച്ച ഉമ്മൻചാണ്ടിയാണ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. അഡ്വക്കേറ്റ് ജോസ് തെറ്റേലായിരുന്നു MLA. പിന്നീട് വില്ലേജ്, എക്സൈസ്, മോട്ടോർ വാഹനം തുടങ്ങി ചില ഓഫീസുകൾ ഈ കെട്ടിടത്തിലേക്ക് മാറ്റുകയും ചെയ്തു. കെട്ടിടത്തിന്റെ മുകൾ നിലകളിൽ ഏറിയ ഭാഗവും ഇപ്പോഴും കാലിയാണ്. മുൻവശത്തെ അഴക് മാറ്റി നിർത്തിയാൽ പിന്നിൽ കാണുന്ന അഴുക്കാണ് നിലവിൽ വാർത്തയാകുന്നത്. പിൻഭാഗവും കെട്ടിടത്തിന്റെ ഇരുവശങ്ങളും കാടുകയറി കിടക്കുകയാണ്. ഇഴജന്തുക്കളും ക്ഷുദ്രജീവികളുമെല്ലാം പതിയിരുന്നാൽ കാണാനാകാത്ത അവസ്ഥ. ഈ ഭാഗത്ത് പൊതുവെ ആൾസഞ്ചാരം കുറവായതിനാൽ ആർക്കും ഇതുവരെ പാമ്പുകടി ഏറ്റിട്ടില്ല എന്നു മാത്രം. കെട്ടിടത്തിന്റെ പല നിലകളിലായി ഒട്ടേറെ ശുചിമുറികളുണ്ട്. സർക്കാർ ഓഫീസ് ജീവനക്കാർക്ക് മാത്രമായുള്ളതും പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാവുന്നതും ഇതിൽപ്പെടുന്നു. ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലുമെല്ലാം കാണുന്ന പബ്ലിക് കക്കൂസുകളേക്കാൾ ശോചനീയമാണ് പൊതു ടോയ്ലറ്റുകളുടെ അവസ്ഥ. ഇവയിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യങ്ങൾ പതിക്കുന്നത് സിവിൽ സ്റ്റേഷന്റെ ഇടതുഭാഗത്തുള്ള ടാങ്കിലേക്കും. കക്കൂസ് മാലിന്യം വഹിക്കുന്ന പൈപ്പുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ ടോയ്ലറ്റ് മാലിന്യം ടാങ്കിലേക്കല്ല, കെട്ടിടത്തിന്റെ ഭിത്തിയോട് ചേർന്ന മണ്ണിലേക്കാണ് വീഴുന്നത്. ചില സമയങ്ങളിലും മഴ പെയ്താലും ഈ കക്കൂസ് വെള്ളം ഇവിടെയാകെ പരക്കുകയും ചെയ്യും. കടുത്ത ദുർഗന്ധം മൂലം ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്ന് മിനി സിവിൽ സ്റ്റേഷനിൽ നിത്യേന എത്തുന്ന മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ പറയുന്നു. എല്ലാവരെയും ഞങ്ങൾ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ ധരിപ്പിച്ചായിരുന്നു. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് എത്രയോ ആളുകൾ ഒരു ദിവസം കയറി ഇറങ്ങുന്ന ഒരു സ്ഥലമാണിത്. ആർടിഒഫീസ് സംബന്ധമായിട്ടും കൃഷിഭവനായിട്ടും വില്ലേജ് ഓഫീസായിട്ടും ഒരു ദിവസം ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. കക്കൂസ് മാലിന്യം വരെയുള്ള വളരെ മോശമായിട്ടുള്ള ദുർഗന്ധം ഭമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പല പ്രാവശ്യം ഞങ്ങൾ വില്ലേജ് ഓഫീസറെ തുടങ്ങി വേണ്ടപ്പെട്ട എല്ലാ അധികാരികളെയും ഞങ്ങൾ ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ട് പോലും അതിനൊരു പരിഹാരം ഈ സെക്കൻഡ് വരെ ഇവിടെ ഉണ്ടായിട്ടില്ല. വില്ലേജ് ഓഫീസറാണ് മിനി സിവിൽ സ്റ്റേഷന്റെ കസ്റ്റോഡിയൻ. കക്കൂസ് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നത് തടയാനുള്ള ഉത്തരവാദിത്വം വില്ലേജ് ഓഫീസർക്കുണ്ട്. പരിസര ശുചിത്വം ഉറപ്പുവരുത്തേണ്ട നഗരസഭ ആരോഗ്യ വിഭാഗവും ഈ ആരോഗ്യ പ്രശ്നം കണ്ടതായി നടിക്കുന്നില്ലെന്നും ഡ്രൈവിംഗ് സ്കൂൾ അധികൃതർ പറയുന്നു. വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മാസങ്ങളായി ഇത് മുനിസിപ്പാലിറ്റി അധികൃതരെയും പിന്നെ ഹെൽത്തിന്റെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ആളുകളെയും ഞങ്ങൾ വളരെ വീഡിയോ എടുത്ത് വരെ ഞങ്ങൾ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. 1 മാസം 2 മാസക്കാലമായിട്ട് യാതൊരു തീരുമാനം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മൊത്തം ബ്ലോക്കായി കിടക്കുന്ന സാധനമാണ്. ഈ ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടി ഒഴുകണത്. അപ്പൊ ഇനി ഞങ്ങൾ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബ്ലോക്കാക്കി എന്നുള്ള പരാതിയും വരും. അതുകൊണ്ടാണ് ഞങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടാത്തത്. അപ്പൊ അതുകൊണ്ട് ഈ കക്കൂസിൽ നിന്നുള്ള വേസ്റ്റ് ഒഴുകുന്നതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉടനടി ഉണ്ടാവും. സിവിൽ സ്റ്റേഷനിലെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തങ്ങൾ കൊണ്ടുവരുന്ന മാലിന്യം തള്ളുന്നതും കെട്ടിടത്തിന്റെ പിൻഭാഗത്താണ്. വീടുകളിൽ നിന്ന് പോലും മാലിന്യം കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിക്കുന്നവരുമുണ്ട്. കുന്നുകൂടി കിടന്നിരുന്ന മാലിന്യം തങ്ങൾ ഒത്തൊരുമിച്ച് കഴിഞ്ഞ ദിവസം നീക്കം ചെയ്യുകയായിരുന്നുവെന്ന് ഡ്രൈവിംഗ് സ്കൂളുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരാൾ പൊക്കത്തിലാർന്ന വേസ്റ്റുകൾ, ഫുഡ് വേസ്റ്റ്, നമ്മുടെ ഇവിടെ വരുന്ന ജോലിക്കാരടക്കം വീട്ടിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ ഇവിടെ നിക്ഷേപിക്കണേ.
ഞങ്ങൾ എന്നിട്ട് ഇതിപ്പോ ഇവിടെ സിജിനായാലും പോളി ആയാലും ഇങ്ങനെ നമ്മളെ എല്ലാവരും കൂടി ഈ വേസ്റ്റുകളെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് ആയുധങ്ങൾ കൊണ്ടുവന്ന് ഇത് മാറ്റേണ്ട ഒരു സ്ഥിതിയിലേക്ക് കഴിഞ്ഞ ദിവസം വന്നേ. ഒരാളുടെ നെഞ്ചുംപൊക്കത്തിനാണ് ഇവിടെ വേസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ ആ കാര്യം വരെ വില്ലേജ് ഓഫീസറെ ഞങ്ങൾ അറിയിച്ചായിരുന്നു. അതിന് യാതൊരു തീരുമാനമില്ല ഇവിടെ. നിങ്ങൾ 2 ദിവസം മുമ്പ് മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വന്ന് കണ്ടാൽ പോലും നിങ്ങൾക്ക് പോലും ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഒരു ദിവസം മഴ സ്വല്പം കുറവുള്ളത് കൊണ്ടാണ് ഇപ്പൊ ഈ രീതിയിൽ ഇവിടെ നിൽക്കണത്. 2 ദിവസം മുമ്പ് കക്കൂസ് മാലിന്യം വരെ ഇവിടെ അഴിഞ്ഞ് വളരെ മോശമായിട്ട് അത്ര ദുർഗന്ധമായിട്ടുള്ളൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് എത്രയും വേഗം മുനിസിപ്പാലിറ്റിയും അതിന് ബന്ധപ്പെട്ട അധികാരികളും എത്രയും വേഗം ഉടനടി ഒരു നടപടി ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ വളരെ വിനയത്തോടുകൂടി തന്നെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളും ഇവിടുത്തെ അധികാരികളും എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി ഈ ഇവിടെ വരുന്ന പൊതുജനങ്ങളെയും ഇവിടെ വരുന്ന ഓഫീസർമാരെ എല്ലാവരും വളരെ മോശം, ഇങ്ങോട്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, രാവിലെ ഇവിടേക്ക് വരാൻ പറ്റാവുന്ന ഒരു സാഹചര്യം പോലും ഇപ്പം നിലവിലില്ല ഇവിടെ. രാത്രികാലങ്ങളിൽ മിനി സിവിൽ സ്റ്റേഷന്റെ പിൻഭാഗം കൂരിരുട്ടിലാണ്. മഞ്ഞപ്ര റോഡിൽ നിന്ന് സിവിൽ സ്റ്റേഷനിലേക്കുള്ള ഗേറ്റ് അടയ്ക്കാറില്ല. ഇവിടെ സെക്യൂരിറ്റി ഗാർഡുമില്ല. നഗരത്തിലെ ലോഡ്ജുകളെയും KSRTC സ്റ്റാൻഡിനെയും ആശ്രയിക്കാതെ അനാശാസ്യം നടത്താനും മയക്കുമരുന്ന് ഉപയോഗത്തിനും വരെ ചില സാമൂഹ്യ വിരുദ്ധർ സിവിൽ സ്റ്റേഷനെ ആശ്രയിക്കുന്നുണ്ട്. അങ്കമാലി നഗരസഭയും നിയോജക മണ്ഡലവും പാർലമെന്റും ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. എക്കാലത്തെയും അവരുടെ പ്രിയപ്പെട്ട നേതാവാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി നാടിന് സമർപ്പിച്ചതാണ് അങ്കമാലി മിനി സിവിൽ സ്റ്റേഷൻ. അദ്ദേഹത്തിന്റെ പേരിന് ദോഷം വരാതെ നിലവിലെ ദുരവസ്ഥ പരിഹരിക്കാൻ ഇവരാരെങ്കിലും മുൻകൈയെടുത്താൽ നന്നായിരിക്കും. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.